നിങ്ങൾക്കറിയാമോ IELTS ജനറൽ ട്രെയിനിങ് ടാസ്ക് 1 പേപ്പറിനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്നവർ തോൽക്കാറുള്ളത്. അതിന് കാരണം എന്തെന്നാൽ ഈ പരീക്ഷയിൽ എങ്ങനെയാണ് മാർക്ക് ഇടുന്നത്, ബാൻഡ് സ്കോർ ഇടുന്നതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. സോ ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ് യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് about the nature of this exam, what are the rules, how it is evaluated, and how to score well so that you may get a band score of 8 and above. നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഹായ്, ഐ എം പ്രദീപ് ഹരിഹരൻ. ഐ എം എൻ എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് ആൻഡ് ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് 1 lakh Kerala nursing students to achieve their dream of going abroad and living the life they want. ഇംഗ്ലീഷ് കാരണം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാതിരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. 6 ഞാൻ ഈ വീഡിയോ തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് എന്താണ് ടാസ്ക്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഒന്നുകൂടി പറയാണ്, അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി. ആക്ച്വലി ദ ജനറൽ ട്രെയിനിങ്ങിലെ ടാസ്ക് 1 എന്ന് പറയുന്നത് ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ്. 150 വേർഡ്സിൽ വളരെ പ്രിസൈസ് ആയിട്ട് ഒരു കത്തെഴുതുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലെറ്റർ അല്ലേ എന്ന് കരുതി വളരെ സിമ്പിളായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ പരീക്ഷയിൽ ഒരുപാട് പേര് തോൽക്കുന്നത് എന്നാണ് ഈ IELTS മേഖലയിൽ പഠനം നടത്തുന്ന വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ സില്ലി ആൻഡ് സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാൻഡ് സ്കോർ കിട്ടില്ല. അപ്പോൾ സെക്കൻഡ് തിങ് എന്താണ്, വാട്ട് ആർ ദ റൂൾസ്. ഇത് എഴുതുന്നതിന് ചില റൂൾസ് ഉണ്ട്. ഒന്ന്, എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ചോദ്യം വായിച്ചിട്ട്. പിന്നെ ഒന്ന് ഇമാജിൻ ചെയ്യണം ആ സിറ്റുവേഷൻ. ദെൻ എന്ത് ടോണാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ടോണല്ല ഒരു ഒഫീഷ്യൽ അതോറിറ്റിക്ക് എഴുതേണ്ടത്. ദെൻ അതിനനുസരിച്ച് നമ്മൾ 150 വേർഡ്സിനുള്ളിൽ അല്ലെങ്കിൽ 160-170 വേർഡ്സ് അതിനപ്പുറം പോകരുത്. കാരണം പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരുപാട് എഴുതാനുള്ള ടെൻഡൻസി കാണും. അത് അങ്ങനെ ചെയ്താൽ 20 മിനിറ്റിനുള്ളിൽ അത് എഴുതണം, എന്നാലും നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അത് വായിച്ചു നോക്കുകയും വേണം. ദെൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1/3 ഓഫ് ദ സ്കോറാണ് ഈ ഇതിനിടുന്നത്. ബാക്കി 2/3 സെക്കൻഡ് ടാസ്ക് 2-നാണ് വരുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ 150 വേർഡ്സിന് കുറയരുത്. കാരണം അത് വളരെ ഇതാണ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളത് നമ്മൾ എഴുതി നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്താണ് അവർ നോക്കുന്നത് എന്നുള്ളതാണ്. 4 കാര്യങ്ങളാണ് ഈ പരീക്ഷയിൽ പ്രധാനമായിട്ടും അസസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് മിനിമം റിക്വയർമെൻ്റ് ആയിട്ടുള്ള 150 വാക്ക് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് അവർ കൗണ്ട് ചെയ്ത് നോക്കില്ല, പക്ഷേ ഏകദേശം അത് ആ പേപ്പർ കണ്ടറിയാൻ പറ്റും. അത് വെച്ച് നോക്കിയിട്ട് അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഡു യു ഹാവ് എ ലോജിക്കൽ ഓർഡർ. ഇതിനൊരു ടെംപ്ലേറ്റ് ഫോമാറ്റ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് എഴുതാം. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ. ദെൻ ഡു യു യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യനിലുള്ള അതേ വാക്ക് പരമാവധി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. പക്ഷേ ചില വാക്കുകൾക്ക് നമുക്ക് വേറെ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ സർപ്രൈസും ബർത്ത്ഡേയും ഒരു പക്ഷേ വേറൊരു വാക്ക് കിട്ടിയെന്ന് വരില്ല. അതുപോലത്തെ വാക്കുകൾ ഓക്കെയാണ്, പക്ഷേ പരമാവധി അതേ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദെൻ ഗ്രാമർ, സെൻറ്റൻസ് ആകെ 7-8 വരിയെ നമുക്ക് എഴുതേണ്ടി വരുമെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഗ്രാമർ ഉണ്ടോ എന്ന് നോക്കും. പങ്ക്ച്വേഷൻ കൃത്യമായിട്ട് കുത്തിട്ടിട്ടുണ്ടോ, കോമ ഇട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഇത് 4ഉം പെർഫെക്റ്റ് ആണെങ്കിലാണ് നമുക്ക് ആ ബാൻഡ് സ്കോർ ഉയരത്തിൽ കിട്ടുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പെല്ലിംഗ് എറർ വന്നാൽ പോലും ആ ബാൻഡ് സ്കോറിനെ അത് ബാധിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക്. അതുകൊണ്ട് പലപ്പോഴും പറയും നമ്മളൊരു 17 മിനിറ്റിനുള്ളിൽ ഇത് എഴുതി തീർന്നിട്ട് ലാസ്റ്റ് 3 മിനിറ്റ്സ് നമ്മളൊന്ന് വായിച്ച് നോക്കി എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ കറക്ഷൻ വരുത്തണം. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ടൈപ്പ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് ഭാഗത്ത്. നമുക്ക് അവിടേക്ക് പോകാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ക്വസ്റ്റ്യൻ ഇതുപോലെയാണ് ഉണ്ടാവുക. ടാസ്ക് 1A എന്ന് പറഞ്ഞ് ദെൻ ഇത്രയും കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ടാവും. യു ആർ planning to organize a surprise birthday party for a friend. You have decided where the party will take place, and you have written a guest list. But there is still a lot to do. You decide to write a letter to another friend and ask him or her to help you with the party planning. Second thing, tell him and her about where the party will take place and why. You have chosen the place and explain which area of your friend could help him. അപ്പോൾ എന്താണ് കോണ്ടെക്സ്റ്റ്, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്തിനാണ് ആ സ്ഥലം ചൂസ് ചെയ്തത്, എന്നിട്ട് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യനും, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക, 4 പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ ചെറിയ പാരഗ്രാഫായിട്ടാണ്, ഓരോ പോയിന്റ് ഒരു പാരഗ്രാഫാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോകണം. 150 വേർഡ്സ് വേണം. ആൻഡ് അഡ്രസ്സ് എഴുതേണ്ട കാര്യമില്ല. ബിഗിൻ യുവർ ലെറ്റർ ആസ്, അത് പലപ്പോഴും ഡിയർ കുത്ത് അത് ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ. ഇനി ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഡിയർ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് 1 നമുക്ക് വളരെ സിമ്പിളാണ്, ഗ്രീറ്റിംഗ് ആണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതാൻ പാടില്ല. നമ്മളൊരു ഫ്രണ്ടിനെ ഇമാജിൻ ചെയ്യണം, ആ ഒരു പേര് നമുക്ക് എഴുതാം. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളതാണ്
നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് സാധാരണ എഴുതുന്ന പോലെ ഈ സെൻറ്റൻസ് ആദ്യത്തെ രണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഐ ട്രസ്റ്റ് യു ഹാവ് ബിൻ കീപ്പിംഗ് ബിസി ഇൻ ഗുഡ് സ്പിരിറ്റ്സ്. അത് എന്താ പറയുക, കോമൺ ആയിട്ട് നമുക്ക് എല്ലാ പേഴ്സണൽ ലെറ്ററിലും ഉപയോഗിക്കാം, തെറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഐ എം റൈറ്റിംഗ് ടു യു ടുഡേ വിത്ത് എ സ്പെഷ്യൽ റിക്വസ്റ്റ് ഫോർ എൻ എക്സൈറ്റിംഗ് പ്രൊപ്പോസിഷൻ ദാറ്റ് ഐ ബിലീവ് യു വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഐ എം ഓർഗനൈസിങ് എ പാർട്ടി ഫോർ ഡാഷ് ആൻഡ് ഐ വുഡ് ലവ് യുവർ സപ്പോർട്ട് അങ്ങനെയല്ല എഴുതുന്നത്. നമ്മൾ തുടക്കം തന്നെ എന്തിനാണ് കാര്യം, ഐ എം റൈറ്റിംഗ് ടു യു എന്നുള്ളത് വളരെ കോമൺ ആണ്. യു ടുഡേ വിത്ത് എ സ്പെഷ്യൽ റിക്വസ്റ്റ് എന്ന് ആ റൈറ്റിംഗ് ടു യു എന്നുള്ള വെച്ചാണ് എഴുതി തുടങ്ങുന്നത്. ദെൻ നമ്മളെ കാര്യം പറയാണ്, ആസ് യു നോ അവർ ഡിയർ ഫ്രണ്ട് സാറ, ഒരു പേര് നമ്മളിട്ടു, ഈസ് അപ്രോച്ചിങ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ, ഹർ 21st ബർത്ത്ഡേ. അതുകൊണ്ടാണ് നമുക്ക് ഇമാജിനേഷൻ വേണ്ടത്. ആൻഡ് ഐ എം പ്ലാനിങ് ടു അറേഞ്ച് എ സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ടു മേക്ക് ഇറ്റ് ട്രൂലി അൺഫോർഗറ്റബിൾ. അപ്പോൾ നമ്മൾ ആ കോണ്ടെക്സ്റ്റ്, എന്തിനാണ് കത്ത് എഴുതുന്നത്, ഏത് കത്തിൻ്റെയും ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നതാണ്. സെക്കൻഡ് തിങ് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുകയാണ്. എന്താണ്, ഐ ഹാവ് ഓൾറെഡി സെറ്റ് എ സ്റ്റേജ് ബൈ ഡിസൈഡിങ് ദ പെർഫെക്റ്റ് വെന്യൂ ഫോർ ദ സെലിബ്രേഷൻ. എവിടെയാണ് അത് നമ്മൾ പറയുന്നു, എന്താണ് റീസൺ എന്നാണ് ഇതിൽ പറയാൻ പറഞ്ഞിട്ടുള്ള ആദ്യ ചോദ്യം. വിൽ ബി ഹോസ്റ്റിംഗ് എ പാർട്ടി അറ്റ് സെൻട്രൽ ഹോട്ടൽ, ഏതെങ്കിലും ഒരു പേര് നമുക്ക് എഴുതാം. എ ചാമിങ് ആൻഡ് സ്പേഷ്യസ് ലൊക്കേഷൻ ദാറ്റ് ഐ ബിലീവ് വിൽ ആഡ് എൻ എക്സ്ട്രാ ലെയർ ടു ഡിലൈറ്റ് ടു ദ ഒക്കേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ഥലം ചൂസ് ചെയ്തത്, ഇറ്റ് ഈസ് ചാമിങ് ആൻഡ് സ്പേഷ്യസ് എന്ന് പറഞ്ഞു. പിന്നെ റീസണും പറഞ്ഞു, ഐ പിക്ഡ് ദിസ് പ്ലേസ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ടു, ഹാസ് എ കോസി വൈബ് ആൻഡ് ഇനഫ് സ്പേസ് ഫോർ എവറി വൺ ടു ഫീൽ കോംഫി. ഇതേ ലാംഗ്വേജ് എഴുതണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു കാരണം നമ്മൾ ഇമാജിൻ ചെയ്ത്, ആസ് യു നോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ടൗൺ, സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ ഓൾ ഓഫ് us to gather immediately എന്ന്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ക്വയറ്റ് ആൻഡ് കാം പ്ലേസ് വെയർ വി കുഡ് ഹാങ് ഔട്ട് ഫോർ എക്സ് മച്ച് ടൈം ആസ് വി വാണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇമാജിൻ ചെയ്ത് എഴുതണം. അതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ് നമ്മളിപ്പോൾ ആദ്യം എന്ത് പേർപ്പസ് ആണെന്ന് പറഞ്ഞു, എവിടെയാണ് ഓർഗനൈസേഷൻ, എന്താണ് പേർപ്പസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നൗ ഐ എം റീച്ചിങ് ഔട്ട് ടു യു ബിക്കോസ് ഐ വാല്യൂ യുവർ ഇംപെക്കബിൾ ഓർഗനൈസേഷണൽ സ്കിൽസ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. അപ്പോൾ എന്ത് പേർപ്പസാണ് നമുക്കുള്ളതെന്ന് പറയണം. ഐ ബിലീവ് യുവർ അസിസ്റ്റൻസ് വുഡ് ബി ഇൻവാല്യുബിൾ ഇൻ മേക്കിംഗ് ദിസ് ഇവൻ റീസൗണ്ടിങ് സക്സസ്. ഇതേപോലെ എഴുതുന്നൊന്നുമില്ല, പക്ഷേ ഇതിപ്പോൾ ഞാനൊരു ബാൻഡ് 8.0 മുകളിലുള്ള രീതിക്കാണ് എഴുതിയിട്ടുള്ളത്. ഇതിനോട് സമാനമായ രീതിയിൽ സ്പെസിഫിക്കലി ഐ വുഡ് അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ് ഇൻ കോർഡിനേറ്റിംഗ് the decoration, what is the purpose എന്നുള്ളത് പറഞ്ഞു. planning the entertainment and managing the guest list to ensure that everything runs smoothly. Your expertise in this area would make a world of difference to me എന്ന് എഴുതണം. to me എന്നുള്ളത് വന്നില്ല. then ലാസ്റ്റ് വൺ ഒരു കോൾ ടു ആക്ഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞ് നാലാമത്തെ പാരഗ്രാഫ്, ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ പോസിറ്റീവ് റെസ്പോൺസ് ആൻഡ് കൊളാബറേഷൻ മേക്കിംഗ് ദിസ് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എ മൊമെൻറ്റസ് ഒക്കേഷൻ. ആ ഒരു കോൾ ടു ആക്ഷൻ, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു, കൃത്യമായിട്ട് ഒരു കോൾ ടു ആക്ഷൻ എഴുതണം. then finally വാം റിഗാർഡ്സ്, ഫസ്റ്റ് നെയിം. നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ പേര് പിങ്കി ജോർജ് എന്നാണെങ്കിൽ ആ സെക്കൻഡ് നെയിം ഇതിൻ്റെ കാര്യമില്ല, കാരണം നമ്മൾ ഫ്രണ്ടിന് എഴുതുമ്പോൾ ഏറ്റവും ക്ലോസ് ഇതാണ്. ഈ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, വാട്ട് ഈസ് ഗ്രീറ്റിംഗ്, വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്, സെക്കൻഡ് വൺ വൈ യു ആർ റൈറ്റിംഗ് ആൻഡ് ദ റീസൺ, ആൻഡ് തേർഡ്ലി ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ലാസ്റ്റ് പാർട്ട് ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, ഈ കത്തെഴുതുമ്പോൾ ആരാണ് റെസിപ്പിയൻ്റ് എന്നുള്ളതാണ് ഫസ്റ്റ്. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങളൊരു കോളേജിൽ താമസിക്കുകയാണ്, നിങ്ങളുടെ പ്രിൻസിപ്പലിനാണ് കത്ത് എഴുതാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അവിടെയാണ് അപ്പോൾ നമ്മളൊരു സെമി ഫോർമൽ ടോണിൽ എഴുതുന്നത്. അപ്പോൾ ആരാണ് റെസിപ്പിയൻ്റ് എന്നുള്ള മനസ്സിൽ കാണണം. എന്ത് സ്റ്റൈലാണ് യൂസ് ചെയ്യേണ്ടത്, ദിസ് ഇസ് എ പേഴ്സണൽ ലെറ്റർ, സോ യൂസ് എ പേഴ്സണൽ സ്റ്റൈൽ. കോണ്ടന്റ് ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്, അത് നമ്മൾ റീഫ്രേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, കാര്യമായിട്ട് നമുക്ക് അതിൽ ഇമാജിനേഷൻ വേണ്ട, കുറച്ച് റീഫ്രേസിങ്, അതേ വേർഡ്സ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കണം. പിന്നെ ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും A4 ലൈൻഡ് പേപ്പർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് A4 ലൈൻഡ് പേപ്പറിലായ നന്നായിരിക്കും. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കത് എണ്ണി നോക്കാൻ പറ്റും. പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്ക് ഒരിക്കലും വാക്ക് എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എഴുതി ശീലിക്കുമ്പോൾ ഏകദേശം ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത്ര വാക്ക് വരും എന്ന് നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ ഒരു 160-170 വാക്കിനുള്ളിൽ എഴുതി പഠിക്കുമ്പോൾ ഈ പേപ്പറിൻ്റെ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് ലൈൻസിലെ പരീക്ഷയ്ക്ക് എഴുതാൻ പാടുള്ളൂ. ഒരു ലൈൻ എഴുതിയാൽ അടുത്ത ലൈൻ വിടണം, പിന്നത്തെ ലൈനിൽ എഴുതി പോകണം. അതിന് കാരണം നമ്മൾ തിരിച്ച് വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ കറക്ഷന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും കട്ട കുത്തി എഴുതരുത് സാധാരണ എഴുതുന്ന പോലെ പരീക്ഷയ്ക്ക്. അത് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കറക്ഷൻ പറ്റില്ല. കറക്ഷൻ ഈസ് വെരി കോമൺ ഇൻ IELTS എക്സാം. അത് പല കാൻഡിഡേറ്റ്സ് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ പേരിൽ മാർക്ക് കുറയില്ല. ഓവർ കറക്ഷൻ വരാതിരുന്നാൽ മതി. ദെൻ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും. അത് കണ്ടുപിടിച്ച് ആ പാറ്റേൺ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നത് നന്നാവുള്ളൂ. കാരണം ഒരിക്കലും ഒരു ബൈ ഹാർട്ട് പഠിച്ചു പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. അപ്പോൾ ഏകദേശം നമുക്ക് ആ ടെംപ്ലേറ്റ് അറിഞ്ഞ് എങ്ങനെയാണ് ആ ചോദ്യം റീഫ്രേസ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡിയർ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, യു വിൽ ഗെറ്റ് എ ടോപ്പ് സ്കോർ ഫോർ ദിസ്.
അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ മൈ എക്സലൻറ്റ് നഴ്സസ് ഹബ്, I request you to join in my WhatsApp, and I will provide you valuable content. And moreover, when I launch my course, I will inform you and I will give you a stunning offer. So please join. I'll see you in another video. Until then, take care. Bye bye.